അർദ്ധരാത്രി എന്ന് പറയുന്ന സമയം നിങ്ങളുടെ രാജ്യത്ത് ഒരു ഈവനിങ് ടൈം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി പ്രത്യേകം നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹെർമോൻ മാർത്തോമ ഇടവക മിഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക പഠന ക്ലാസ് എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ, പഠന മേഖലകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള തിരിച്ചറിവുകൾ ഈ കാലത്തിന് വലിയ അനിവാര്യമാണല്ലോ. അത് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോൺ ടി തോമസ് അച്ഛൻ, ഈ ശുശ്രൂഷയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ജിനു, ഈ മീറ്റിംഗിൽ ഓൺലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരോടുമുള്ള കൃതാർത്ഥതയും നന്ദിയും അറിയിക്കുന്നു. അർദ്ധരാത്രി സമയമായതുകൊണ്ട് ഒരുപാട് മുഖവരകളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ പഠനത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരോടുമുള്ള കൃതാർത്ഥത അറിയിക്കുന്നു. ഇത് നമുക്കൊരുമിച്ചുള്ള ഒരു കൂടിവരവിനും കൂട്ടായ്മയ്ക്കും മുഖാന്തരമാകുന്നു എന്നതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കുടുംബം എന്നുള്ള വിഷയത്തിന്റെ ഒരു ടോപ്പിക്കാണ്. ദ ഇന്റർപേഴ്സണൽ കമാൻഡ്മെന്റ്സ് ഇൻ ഫാമിലി ലൈഫ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. കുടുംബം അനുഷ്ഠിക്കേണ്ട കൽപ്പനകൾ എന്ന മലയാളത്തിൽ ഇതിനെ പരിഭാഷപ്പെടുത്താം. ഒരു കുടുംബം നിലനിന്നു പോകുന്നതിന് ഒരു കുടുംബത്തിൽ പാലിക്കപ്പെടേണ്ട കൽപ്പനകൾ എന്തൊക്കെയാണ്? ആ കൽപ്പനകളെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ചില ബോധ്യങ്ങളുണ്ട്. ആ കൽപ്പനകളുടെ തിരിച്ചറിവുകൾ ഈ കാലങ്ങളിൽ കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ്. അതിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇത്. ഒരു അക്കാഡമിക് എക്സലൻസ് മാത്രമല്ല, എക്സസൈസ് മാത്രമല്ല, മറിച്ച് ഇതൊരു ധ്യാനവും ഒരു തിരിച്ചറിവും ഒരു സമർപ്പണവും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് ഈ ധ്യാനത്തെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ഭവനത്തെ മൂന്ന് അടിത്തറകളിലൂടെയാണ് ദൈവവചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭവനത്തിന് 3 അടിത്തറകളുണ്ടെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാം. 1, കവനന്റ്. 2, കമാൻഡ്മെന്റ്. 3, കമ്മിറ്റ്മെന്റ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. ഒരു ഭവനത്തിന് 3 അടിത്തറകൾ. ഒരു കവനന്റ് ആണിത്, ഒരു കമാൻഡ്മെന്റ് ആണിത്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഓരോ കൊച്ചു വാക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാകും. വിവാഹത്തിന് നാം വായിക്കുന്ന ഏവൻഗേലിയോൻ ഒരു വാക്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: ദൈവം കൂട്ടിച്ചേർത്തു. ദാറ്റ് ഈസ് കവനന്റ്. രണ്ടുപേര് തമ്മിൽ കൂടിച്ചേർന്നതല്ല, ദൈവം കൂട്ടിച്ചേർത്തു. അപ്പൊ അതിന്റെ അർത്ഥം മൂന്നാമത് ഒരുവന്റെ സാന്നിധ്യം ഓരോ വിവാഹത്തിലും വിവാഹ കൂദാശയിലുമുണ്ട്. കവനന്റ്. 2, മനുഷ്യൻ വേർപിരിക്കരുത്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. വിവാഹത്തിൽ ദൈവമാണ് കൂട്ടിച്ചേർത്തത്. മനുഷ്യൻ ഇതിനെ വേർപിരിപ്പാനായി കഴിവില്ല, അല്ലെങ്കിൽ കഴിയുന്നതല്ല. 3, there is a commitment. ഈ 2 വാക്കിനും ഞാൻ തലകുനിച്ചു കൊടുക്കുന്നതാണ് സമർപ്പണം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീടുകളെ 3 അടിത്തറകളിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 1, അതിനൊരു ഉടമ്പടിയുണ്ട്, അതിലൊരു കൽപ്പനയുണ്ട്,
അതിലൊരു സമർപ്പണമുണ്ട്. ഇങ്ങനെ നിന്നതുകൊണ്ട്, ഈ 3 വാക്കിൽ അടിത്തറപ്പെട്ടതുകൊണ്ട് മറുവശത്ത് 3 വാക്കുകൂടെ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതാണ് അതിന്റെ അനുഗ്രഹീതമായ ഭാഗം. ഇങ്ങനെ പറയും ഞാൻ: where there is a covenant, there is grace. എവിടെ ഉടമ്പടിയിൽ നാം ചേർന്ന് നിൽക്കുന്നുവോ അവിടെ ദൈവകൃപയുണ്ട്. തിരിച്ചു പറഞ്ഞാൽ, എവിടെ ഉടമ്പടി ഉടഞ്ഞു പോകുന്നുവോ അവിടെ ദൈവകൃപയുടെ കുറവ് സംഭവിക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ആ ഉടമ്പടി ബന്ധത്തിൽ മാത്രമേ ദൈവകൃപ ഒരു ഭവനത്തിൽ ലഭിക്കുകയുള്ളൂ. 2, where there is commandment, അല്ലെങ്കിൽ where there is obedience of the commandment, എവിടെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നുവോ there is promises, അവിടെയാണ് വാഗ്ദത്തങ്ങൾ ആ വീടിന് ലഭിക്കുന്നത്. അപ്പൊ കൽപ്പനകളുടെ അനുസരണത്തിലൂടെയാണ് വീട് വാഗ്ദത്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ കണ്ടെത്തുകയാണ്. 3, കമ്മിറ്റ്മെന്റ് എന്ന വാക്കാണ്. ആ വാക്കിനെ ഞാൻ മറ്റൊരു വാക്കിൽ പറയുകയാണ്. കമ്മിറ്റ്മെന്റിലാണ് എപ്പോഴും, കമ്മിറ്റ്മെന്റ്, സമർപ്പണം നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു താങ്ക്സ് ഗിവിങ്ങിലൂടെയാണ്. താങ്ക്സ് ഗിവിങ്, കമ്മിറ്റ്മെന്റ് മറ്റൊരു വാക്ക് പറയാം. where there is commitment, where there is thanksgiving, there is blessings. സ്തോത്രത്തോടെ, സമർപ്പണത്തോടെ തലകുനിച്ച് നിൽക്കുന്നിടത്താണ് അനുഗ്രഹങ്ങൾ എന്ന വാക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളെ നമുക്ക് ഇങ്ങനെ സംക്ഷിപ്തമാക്കി പറയാം. ഒരു വീട് എന്താന്ന് ചോദിച്ചാൽ 3 വാക്കുകളുടെ ആവർത്തനമാണ്: ഗ്രേസ്, പ്രോമിസ്, ബ്ലെസ്സിങ്സ്. ഏത് ദേശത്തും എൻ്റെ വീട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 3 വാക്കിലെ അതിനെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. We live by grace, we live by promises, we live by blessings. ഈ 3 വാക്കുകളിൽ തെറ്റിപ്പോകുന്ന ഇടത്ത് വീട് തകർച്ചകളിലേക്ക് മാറുകയാണ്. ഈ അടിത്തറയാണ് ഏത് ക്രിസ്തീയ ഭവനത്തിന്റെയും മൂലക്കല്ലായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. എന്നാൽ ഒരു പോസ്റ്റ് മോഡേൺ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനെ, ഈ കാലം നൽകുന്ന ചെറിയ വെല്ലുവിളികളുടെ ചെറിയ സൂചനകളിലൂടെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് ഈ കവനന്റ് എന്ന വാക്കിന്റെ അർത്ഥം, കവനന്റിൽ എപ്പോഴും ഒരു പെർമനൻസ് ഉണ്ട്, സ്ഥിരത. അപ്പം മാരേജ് ഈസ് എ പെർമനന്റ് റിലേഷൻഷിപ്പ്. എന്നാൽ ഈ പെർമനൻസ് എന്ന വാക്ക് ഇന്ന് ആളുകൾക്ക് ഇഷ്ടമില്ല. അതിന് പകരം, കവനന്റിന് പകരം നാം കേട്ടിട്ടുള്ള ഒരു പുതിയ വാക്കാണ്, ഒരു കൊഹാബിറ്റേഷൻ എന്ന വാക്ക് പുതുതായിട്ട് വരികയാണ്. കൊഹാബിറ്റേഷൻ. ഉഭയസമ്മതങ്ങളിൽ ജീവിക്കാവുന്നിടത്തോളം ജീവിച്ചു പോകുക. ഒരു ബന്ധവും സ്ഥിരമായിട്ടുണ്ടാക്കാൻ പാടില്ല. അത് ഏതാണ്ട് നാണക്കേട് പോലെയാണ് ആളുകൾക്ക് തോന്നുന്നത്. ഉഭയസമ്മതം ഉണ്ടാകുമ്പോൾ സൗകര്യമുള്ളപ്പോൾ ജോയിൻ ചെയ്യുന്നു, സൗകര്യമുള്ളപ്പോൾ. അപ്പം ഇംപെർമനൻസ് ഒരു പുതിയ അടയാളമായി കുടുംബങ്ങളിൽ വരികയാണ്. സ്ഥിരതയുള്ള ഒരു ബന്ധത്തിന് പ്രാധാന്യം വേണ്ട, അല്ലെങ്കിൽ ലോങ് ടേം ഫെയ്ത്ത്ഫുൾനെസ് ഒരു കുടുംബത്തിലെ വെല്ലുവിളിയാണ്. അതാണ് കവനന്റ് എന്ന് പറയുന്നത്. ദൈർഘ്യമേറിയ ഒരു വിശ്വസ്തത ഒരു വീട്ടിൽ വേണമോ എന്ന ഒരു ചോദ്യം ഇന്ന് ഒരു കുടുംബം നേരിടുന്നു എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ വാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കിലെ കമാൻഡ്മെന്റ്.
ഒരു ബന്ധം ഉണ്ടാക്കുന്നതിന് ഒരു കൽപ്പന വേണമോ എന്നൊരു ചോദ്യം ഇന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ ബന്ധങ്ങൾക്ക് നടുവിൽ ഒരു സാക്രമെന്റിന്റെ അനിവാര്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ സാക്രമെന്റിനെ വില കുറച്ച് കാണുകയാണ്. ഇന്ന് നമ്മുടെ വിവാഹ കൂദാശകളൊക്കെ കണ്ടാൽ അതിനെയെല്ലാം ഒരു സോഷ്യൽ റൈറ്റ് എന്ന് വ്യാഖ്യാനിക്കാനാണ് നമുക്ക് താല്പര്യം. ക്രിസ്ത്യൻ മാരേജ് ഈസ് നോട്ട് എ സോഷ്യൽ റൈറ്റ്, അല്ല, ഇറ്റ്സ് എ യൂണിയൻ വിത്ത് ഗോഡ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ്സ് എ യൂണിയൻ വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടെ ചേരുന്ന ഒരു ബന്ധമാണെന്ന് നാം എത്ര പറഞ്ഞാലും അതിനെ വില കുറച്ച്, അപ്പം കൂദാശയുടെ വില കുറച്ച് കാണുന്നു, വില കൽപ്പിക്കുന്നില്ല, വില തിരിച്ചറിയുന്നില്ല എന്നത് ഇന്നത്തെ വിവാഹത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, എന്താ? കമ്മിറ്റ്മെന്റ്. ഇന്ന് വിവാഹം നേരിടുന്ന അല്ലെങ്കിൽ കല്യാണത്തിൽ പ്രവേശിക്കുന്നവർ ചോദിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന 3 ശബ്ദങ്ങളുണ്ട്. ഒന്ന്, ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ബിഫോർ മാരേജ്. കല്യാണത്തിന് മുമ്പേ തന്നെ ഒരു ഭയം ആരംഭിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തകരാറുകളും തകർച്ചകളും എന്തായിരിക്കുമെന്ന് വലിയ ആകുലതകളാണ്. അതുകൊണ്ട് ധാരാളം പേർ ഇന്ന് വിവാഹത്തിൽ ആ കമ്മിറ്റ്മെന്റിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കല്യാണത്തിൽ പ്രവേശിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു? രണ്ടാമത്തെ വാക്ക്, ഫീലിങ്സ് ഓഫ് സഫോക്കേഷൻ. ഇത് ശ്വാസം മുട്ടിപ്പോവുക, ശ്വാസം മുട്ടുകയാണ്. കല്യാണത്തിൽ കുറച്ചു നാൾ മുമ്പോട്ട് പോയവർക്ക് തോന്നുകയാണ് എൻട്രാപ്മെന്റ്. നാടൻ ഭാഷയിൽ പറഞ്ഞ പെട്ടുപോയല്ലോ എന്നാണ്. ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ഈ 3 വാക്കുകൾ നമ്മുടെ വീട്ടിൽ പ്രതിധ്വനിയായി കേൾക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ മക്കൾ പറയുന്നുണ്ട്, ഒരു ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്. എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പ്രവേശിക്കാൻ അല്പം കൂടെ സമയം വേണം, അല്ലെങ്കിൽ അത് പിന്നെ പറയാം. കല്യാണത്തിൽ പ്രവേശിച്ചവർ പറയുന്നു, ഇതിനകത്ത് സഫോക്കേഷൻസ് ഉണ്ട്, സഹിക്കാൻ വയ്യ, ശ്വാസം മുട്ടുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞവര് പറഞ്ഞു, പെട്ടുപോയി, അതുകൊണ്ട് പൊട്ടിച്ചിട്ട് വീണ്ടും കെട്ടാം. സാധാരണ തമാശ പറയാറുണ്ട്, ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ മക്കൾക്ക് പുതിയ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നല്ല പ്രായമായ മക്കൾക്കൊക്കെ കല്യാണത്തിൽ നമുക്കൊക്കെ കിട്ടാത്തൊരു സന്തോഷം കിട്ടുന്നുണ്ട്. എന്താണ് ആ സന്തോഷം? അപ്പന്റെ അമ്മയുടെയും കല്യാണത്തിന് മക്കളാണ് നിറച്ചു വിളമ്പുന്നത്. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലായില്ല. അപ്പന്റെ അമ്മയുടെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കല്യാണത്തിനെ അവരുടെ മക്കൾ തന്നെയാണ് പന്തിയിൽ ഇറച്ചി വിളമ്പുന്നതെന്ന്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഈ സന്ധ്യയിൽ ഒരു സ്തോത്രം നമ്മുടെ വീടിനെ കുറിച്ച് പറയാം. നമുക്ക് കണ്ണുനീരോടെ പറയേണ്ട 3 വാക്കുകളാണ്. Lord, we live by grace. ഞങ്ങൾക്ക് ഒത്തിരി ദൈവകൃപ ലഭിച്ചിട്ടുണ്ട് കർത്താവേ. We praise God for the abundant promises. We thank you, Jesus, for the divine blessings. ഇത് പറയാൻ നമ്മുടെ വീടുകൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ഈ ധ്യാനത്തിലൂടെ വളരെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു കുടുംബം നടത്തേണ്ട ചില തിരുത്തലുകൾ, തിരിച്ചറിവുകൾ എന്ന വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഇന്ന് കുടുംബത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ കുടുംബം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനായിട്ട് നാം നടത്തേണ്ട ചെറിയ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 4-5 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഇത് പൂർത്തീകരിക്കാം. ഒന്ന്, the family has to rewrite its narratives. ഇന്ന് കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ കുടുംബത്തെ തകർത്ത് കളയുന്ന കഥകളാണ്. അപ്പൊ കുടുംബത്തിന്റെ നിലനിൽപ്പ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ, തെറ്റായ കഥകൾ വീട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കഥകളെ തിരുത്തി എഴുതുവാനുള്ള ഒരു വിളി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. എന്താണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുവാ ഈ കുടുംബത്തിലെ കഥകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? എല്ലാ ഭവനവും ഞാനിനി പറയാൻ പോകുന്ന 3 കഥകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ സ്റ്റോറിയാണ്. എല്ലാ വീടും ഒരു സ്റ്റോറി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ആ 3 കഥകളെ ഞാൻ 3 ചെറിയ വാക്കിൽ പറയാം. ഒന്ന്, അസെൻഡിങ് നെറേറ്റീവ്സ്. ചില വീടുകൾ പറയുന്ന കഥയാണ് അസെൻഡിങ് നെറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം റാഗ്സ് ടു റിച്ചസ്. അതാ എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ നാട്ടിൽ വെച്ചൊക്കെ പറയാറുണ്ടല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് നടത്തി, പരിമിതികളിൽ നിന്ന് വിശാലതയിലേക്ക് എന്നെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു 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 കഥയുണ്ട്. ഞാൻ സാധാരണ നാട്ടിലൊക്കെ പറയും, ഒരു 50 വർഷം മുമ്പേ നമ്മളൊക്കെ താഴോട്ട് നോക്കി ജീവിച്ചവരായിരുന്നു. എന്തോ ഈ താഴോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പറയുന്ന വാക്കുകളൊന്നും ഇംഗ്ലണ്ടിൽ ഇല്ലെന്ന് എനിക്കറിയാം, ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുക. അരകല്ല് താഴെയായിരുന്നു, ആട്ടുകല്ല് താഴെയായിരുന്നു, അടുപ്പ് താഴെയായിരുന്നു, കിണറ് താഴെയായിരുന്നു, ഡൈനിങ് ടേബിള് താഴെയായിരുന്നു. അപ്പൊ വീട്ടിലെ ഒരമ്മ എപ്പോഴും താഴോട്ട് നോക്കിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. 6-7 മക്കളെ വളർത്തുന്ന അമ്മ എപ്പോഴും ഒരു 10-200 പ്രാവശ്യം വീട്ടിൽ കുനിയുമായിരുന്നു. ഇന്ന് പൊതുവെ മാർത്തോമാക്കാരെല്ലാം താഴോട്ട് നോക്കി നിന്നവരെല്ലാം ഒരുവിധം നേരെ നിൽക്കുക പതിവായി. അവിടെ മാത്രമല്ല, ഇവിടെ കേരളത്തിലും ഇത് തന്നെയാണ്. എന്താ, നേരെ നിൽക്കാറായി. പക്ഷേ നമ്മുടെ വീടുകളിൽ സ്തോത്രം പറയുന്നതിന് പകരം പുതിയ 2 വാക്കുണ്ടായി. അതിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും: പ്രൈഡ് ആൻഡ് അറഗൻസ്. അഹന്തയും ധാർഷ്ട്യവും നമ്മുടെ വീടുകൾക്കകത്തേക്ക് കയറും. ഇത് കയറി കഴിയുമ്പോ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ച എന്താണെന്നറിയാം? പല തകർച്ചകളുണ്ട്. ഇതിലൊരു തകർച്ച അഹന്തയും ധാർഷ്ട്യവും ഉള്ളിൽ കയറിയാൽ ആരാധന തീർന്നു പോകും, അനുഷ്ഠാനം തുടർന്നു പോകും. ആരാധിക്കണമെങ്കിൽ കൈ മലർന്നിരിക്കണം. അരഗൻസും പ്രൈഡും ഉള്ള ആളുകളുടെ കൈ ഒരിക്കലും മലർന്നിരിക്കത്തില്ല. അതിന്റെ ലാംഗ്വേജ് വേറെയാണ്. ഇംഗ്ലണ്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ ദേവാലയങ്ങളിൽ ആരാധിക്കാൻ വരുന്നവർ എത്ര പേരുണ്ട്? അനുഷ്ഠാനത്തിന് പോരുന്നവർ എത്ര പേരുണ്ട്? ആരാധിക്കണമെങ്കിൽ ഒരു ഓർമ്മ മനസ്സിൽ ആവശ്യമായിട്ടുണ്ട്. എന്ത്? ഫ്രം റാഗ്സ് ടു റിച്ചസ്. ഞാൻ നടന്നു വന്ന വഴികളിൽ എന്നെ ശക്തീകരിച്ചൊരു ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് ഓർക്കാൻ കഴിയേണ്ടത്. ഒന്നാമത്തെ സ്റ്റോറി ഇതാണ്. രണ്ടാമത്തെ സ്റ്റോറി ഡിസെൻഡിങ് നറേറ്റീവ്സ് എന്ന് പറയും. ചില വീടുകളിൽ ഒരു കാലത്ത് നല്ലതുപോലെ വളരെ ഭംഗിയായി അധ്വാനിച്ച് ഉണ്ടാക്കി, എന്നാൽ 100 കണക്കിന് വീടുകൾ ഇന്ന് തകർന്ന് തരിപ്പണമായി പോവുക. അതൊരു വിവാഹത്തിലൂടെ ആകാം,
ആ വീടിന്റെ ശീലങ്ങൾ വ്യത്യാസപ്പെട്ടു പോയതുകൊണ്ടാകാം. അവിടെ രണ്ട് വികാരങ്ങളേ ഉള്ളൂ, ആങ്കർ ആൻഡ് റിജക്ഷൻ. പള്ളി വരണമെന്ന് പറയുന്നവരോടും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരോടൊക്കെ ഒരു തിരസ്കരണവും ദേഷ്യവുമാണ്. എന്താ, അതുകൊണ്ടൊന്നും വലിയ കാര്യം ഇല്ല. ലളിതമായിട്ട് പറഞ്ഞാൽ ആ വീട്ടിൽ ആരാധനയും പ്രാർത്ഥനയും തീർന്നു പോയിരിക്കുന്നു. അവനൊരു പ്രാക്ടീസേ ഇല്ലിപ്പോ. പള്ളിയിലെ പേരുണ്ട്, വീട്ടുകാരൊക്കെ കറക്റ്റാണ്, ശാലേംപള്ളിയിലെ അംഗമാണെന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ ആ വീട്ടിൽ ഒരു ദൈവമോ ദൈവകൃപയോ ഇല്ല. ഡിസെൻഡിങ് നറേറ്റീവ്സ്. മൂന്നാമതൊരു വാക്കൂടെ പറയാം, ഓസിലേറ്റിംഗ് നറേറ്റീവ്സ്. ആ വീട്ടിൽ പറയുന്ന കാര്യം, അവിടെ പറയുന്ന കഥ ഇതാണ്: ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം ഉയർച്ച താഴ്ചകളുടേതാണ്. ആ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ അപ്പനും അമ്മയും മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: മക്കളെ, ഇന്നലകളിൽ നമുക്ക് ഇല്ലായ്മയുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അല്പം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതില്ലാതെ പോകാം, എന്നാൽ മറ്റൊരു ദിവസം ദൈവം നമുക്ക് വീണ്ടും ഇത് തരും. അതിന്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ വീട്ടിൽ രണ്ട് വാക്ക് എപ്പോഴും കാണും: ഗ്രേസ് ആൻഡ് പ്രൈസ്. നമ്മൾ ജീവിക്കുന്നത് കൃപ കൊണ്ടും അധരം സ്തുതി കൊണ്ടും. ഞാൻ ഒരു വാക്ക് അടിവരയിട്ട് പറയട്ടെ, ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത് രണ്ടു വാക്കിലാണ്: ഉള്ളത്തിലെ കൃപയും അധരത്തിലെ സ്തുതിയുമാണ് ഒരു വീടിന്റെ സ്റ്റോറി. ഈ സന്ധ്യയിൽ നമ്മളൊന്ന് വിലയിരുത്തണം നമ്മുടെ വീടുകളെ. എൻ്റെ വീട് പറയുന്ന കഥ ഏതാ? ഞാൻ ഒരു അസെൻഡിങ് സ്റ്റോറി പറഞ്ഞ് അഹങ്കാരിയായി മാറുന്നോ? ഒരു ഡിസെൻഡിങ് സ്റ്റോറി പറഞ്ഞ് എല്ലാറ്റിനെയും മുമ്പിൽ ഒരു തിരസ്കരണ മനോഭാവത്തോടെ നിൽക്കുന്നോ? അതോ ഞാൻ ഈ രാത്രിയിലും കിടക്കമുറിയിൽ പോകുന്നതിന് മുമ്പേ എൻ്റെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഒരു കൃപയുടെയും സ്തുതിയുടെയും ശബ്ദം എൻ്റെ വീട്ടിൽ ഉയർത്തുവാൻ എനിക്ക് കഴിയുമോ? ഇത് വീടിനെ നിലനിർത്തുന്ന വലിയ ദൈവശബ്ദമാണ്. ഇന്ന് വീടിന്റെ തകർച്ച കഥകൾ മാറിപ്പോയ വീടുകളിൽ നിന്ന് കഥ കഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളിലേക്ക് നാം മാറിപ്പോവുകയാണ്. അപ്പൊ ഞാൻ ഒന്നാമത് പറഞ്ഞത്, റീറൈറ്റിംഗ് അവർ നറേറ്റീവ്സ്. നമ്മുടെ കഥകളെ തിരുത്തി എഴുതുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു. നമ്മൾക്ക് പറയാനുള്ള കഥ സ്റ്റോറി ഓഫ് ഗ്രേസ് ആൻഡ് സ്റ്റോറി ഓഫ് പ്രൈസ്. മൂന്നാമത്തെ വാക്ക്, റീറൈറ്റിംഗ് ദ ഫാമിലി ഹാബിറ്റ്സ്. കുടുംബങ്ങളുടെ ശീലങ്ങളെ തിരുത്തി എഴുതേണ്ടതാണ് ഒരു കുടുംബത്തോട് കർത്താവ് പറയുന്ന മൂന്നാമത്തെ പ്രബോധനം. റീറൈറ്റിംഗ് ദ ഫാമിലി ഹാബിറ്റ്സ്. ഇന്ന് കുടുംബങ്ങളിൽ പഠിക്കേണ്ട ശീലങ്ങൾ അത് കുടുംബത്തെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുകയാണ്. ഒരു കുടുംബം പാലിക്കേണ്ട മൂന്ന് ശീലങ്ങളെ ഞാൻ വളരെ ലളിതമായി ഒന്ന് അടിവരയിട്ട് പറയാം. വീട്, എൻ്റെ കഴിഞ്ഞ 10-20 വർഷത്തെ അനുഭവങ്ങളിൽ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ശീലങ്ങൾ ആ വീടിനെ വല്ലാതെ തകർത്ത് കളയുന്നു. 3 കൊച്ചു വാക്ക് പറയാം. ഒരു വീട് നിൽക്കാൻ 3 വാക്കുകൾ: ടോളറൻസ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിനയൽ. ഒരു വീടിന്റെ 3 ബലമുള്ള ശീലങ്ങളാണ്. ടോളറൻസ്,
സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിനയൽ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ടോളറൻസ് എന്ന വാക്കിന്റെ അർത്ഥം സഹനം എന്നാണ്. സഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ പുള്ളിയെ സഹിക്കുക, അതല്ല സഹനം എന്ന് പറഞ്ഞാൽ. സഹനം എന്ന വാക്കിന് മലയാളത്തിലെ അർത്ഥം അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് സഹനം. സാഹചര്യം അനുകൂലമല്ല, എന്നാൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. ഒരു ലളിതമായ ഉദാഹരണം പറയാം, സമയമില്ലെങ്കിലും. ഒരു വീട്ടിൽ വിവാഹം കഴിഞ്ഞ മരുമകൾ 5-ാം ദിവസം വീട്ടിൽ വന്നു. അന്നുറങ്ങി, നേരം പുലർന്നു. രാവിലെ എഴുന്നേറ്റു, വാഷ്റൂമിൽ പോയി. അപ്പോൾ പേസ്റ്റ് കാണുന്നില്ല, ടൂത്ത് പേസ്റ്റ്. ചോദിച്ചു, ജജ പേസ്റ്റ് എവിടെയാണ്? അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, പേസ്റ്റ് വാഷ്റൂമിൽ ഇല്ല. ഒന്നുകൂടെ പറഞ്ഞുകൊള്ളി, ഇവിടെ 3 വാഷ്റൂം ഉണ്ട്, ഈ 3 വാഷ്റൂമിലും പേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ 3 ആൺമക്കളാണ്. ഇവിടുത്തെ രീതി, രാവിലെ 6:30 മണിയാകുമ്പോൾ ഞങ്ങൾ 3 പേരും ഉണർന്ന് ബ്രഷും എടുത്തുകൊണ്ട് താഴത്തെ നിലയിൽ അമ്മയുടെ അരികിൽ ചെല്ലും. കോൾഗേറ്റ് കമ്പനിക്കാരൻ ആ പേസ്റ്റ് ഉണ്ടാക്കിയതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ മമ്മിയാണ്. അപ്പൊ മമ്മിയുടെ പേസ്റ്റ് വാങ്ങിക്കും. ഓ, അത് ശരി. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനല്ല. ഞങ്ങളുടെ വീട്ടിൽ 3 വാഷ്റൂം ഉണ്ട്, 4 പേസ്റ്റ് ആണ്. ഒരെണ്ണം സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ്. ഉടനെ മരുമകൾക്ക് അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ഫോൺ എടുത്തു, മമ്മിയെ വിളിച്ചു. മമ്മി പറഞ്ഞു, മോളെ, 12 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുമ്പോൾ നീ അവിടുത്തെ അമ്മയുടെ അരികിലെത്തുമല്ലോ, പ്ലീസ് ഗോ ഡൗൺ എന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനെ താഴോട്ട് പോയി വല്ല ശീലമില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വീഡിയോ കോളിൽ ഇടാൻ പറഞ്ഞു. വീഡിയോ കോളിൽ ഇട്ടു. ഉടനെ അമ്മ 2 കൈയും കൂപ്പിക്കൊണ്ട് മോളോട് പറഞ്ഞു, മക്കളെ, ഒരു കാര്യം ചെയ്യ്, നിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാ, കല്യാണത്തിന്റെ ആൽബം കിട്ടുന്നതുവരെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. മനസ്സിലായി നിങ്ങൾക്ക്? കല്യാണത്തിന്റെ ആൽബം കിട്ടാൻ ഒരു 10 ദിവസം കൂടെ വേണ്ടി വരും. അതുവരെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറയുക. മാർത്തോമാക്കാരന്റെ കല്യാണത്തിന്റെ ആയുസ് ഇങ്ങനെ ചുരുങ്ങുന്നു എന്നതാണ് സൂചന. അല്പം കൂടെ സഹനം തലമുറയിൽ വീട്ടിൽ പഠിക്കണം. 2, സെൽഫ് കൺട്രോൾ. അല്പം കൂടെ ആത്മനിയന്ത്രണം ആവശ്യമാണ്. ഇന്ന് ഞാൻ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് നടത്തിയിട്ടാണ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. ആ പെൺകുട്ടി ഒരു പ്രൊഫഷണലാണ്, പ്രൊഫഷണൽ ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, ഹൗ ഡു യു എക്സ്പ്രസ് യുവർ ആങ്കർ? ചോദിച്ചു വരുമ്പോൾ പറയാണ്, 2 ആഴ്ച മുമ്പേയും ഞാൻ 4ാമത്തെ ഗ്ലാസ് പൊട്ടിച്ചു വീട്ടിൽ. ഹൈലി പ്രൊഫഷണലാണ് ആള്, കണ്ടാൽ ഒരു തെറ്റുമില്ല. 4ാമത്തെ ഗ്ലാസ് 2 ആഴ്ച മുമ്പേ ഞാൻ പൊട്ടിച്ചു. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാൽ ഗ്ലാസ് ആണോ പൊട്ടിക്കുന്നത്, അതോ ഇനി എന്ത് പൊട്ടിക്കുമെന്ന് നമുക്ക് നിശ്ചയില്ല. ആത്മനിയന്ത്രണമില്ലാത്ത ഒരു തലമുറ. എന്തോ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ,
I have all the ability to respond, but I postpone for a moment. അതാണ് ആത്മനിയന്ത്രണം. എനിക്ക് പ്രതികരിക്കാൻ അറിയാം, പക്ഷേ അല്പസമയത്തേക്ക് ഞാനതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പോഴാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്. ഇതങ്ങനെയല്ല. വളരെ പെട്ടെന്ന്, വളരെ അബ്രപ്റ്റ് ഡിസിഷൻസ് ആണ്. വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു, വളരെ പെട്ടെന്ന് വാതിൽ അടയ്ക്കുന്നു, വളരെ പെട്ടെന്ന് പുറപ്പെടുന്നു. ഇന്ന് വീട്ടിൽ ഉണ്ടാകുന്ന 2 വാക്കാ, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുമോ അത് എളുപ്പം? കലഹം ഉണ്ടാകുക, അടുത്ത ഫ്ലൈറ്റ് പിടിക്കുക. സെൽഫ് കൺട്രോൾ. 3, സെൽഫ് ഡിനയൽ. ഒരു ക്രിസ്ത്യൻ ഹോം ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ ധൈര്യമുള്ള വീടായിരിക്കണം. സെൽഫ് ഡിനയൽ, സ്വയത്യാഗം. എല്ലാം എന്റെ വീട്ടിൽ വേണ്ട എന്ന് വെക്കാനുള്ള ധൈര്യം എനിക്ക് ആവശ്യമാണ്. തെരുവിൽ കാണുന്നതെല്ലാം എന്റെ വീട്ടിലെ പ്രമാണം ആക്കേണ്ടതില്ല. എ ക്രിസ്ത്യൻ ഹോം റിജക്ട്സ് മെനി തിങ്സ്. ഇതൊക്കെ ഇംഗ്ലണ്ടിൽ ചെന്നവരോട് പറയുമ്പോ ചിലപ്പോൾ ഒരു ഫൂളിഷ്നെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാമായിരിക്കും. അങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല, ഇത് സുവിശേഷമായതുകൊണ്ട് പറയുന്നതുകൊണ്ട് തെറ്റില്ല. ഒരു ക്രിസ്തീയ ഭവനത്തിൽ എല്ലാം ആവശ്യമില്ല. നിങ്ങളുടെ തെരുവുകളിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. വീടുകൾക്കുള്ളിലെല്ലാം ചില നല്ല അതിഥികൾ അനിവാര്യമാണ്. മുമ്പോട്ട് പോകണമല്ലോ അല്പം കൂടെ. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. ഇന്ന് ഒരു വീടിനെ ബലപ്പെടുത്താൻ 3 ശീലങ്ങൾ സിലക്റ്റീവായിട്ട് ഞാൻ ആ 3 വാക്കുകൾ പറഞ്ഞതാണ്. എൻ്റെ അനുഭവത്തിൽ ഇന്ന് ഒരു തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ 3 കൊച്ചു വാക്കിലാണ്. സഹനം, ആത്മനിയന്ത്രണം, ആത്മത്യാഗം. 4ാമത്തെ വാക്ക്, the family needs emotional stewardship. എന്നൊരു കുടുംബം ആഗ്രഹിക്കുന്നത് വികാരങ്ങളുടെ കാര്യവിചാരകത്വമാണ്. വികാരങ്ങളുടെ കാര്യവിചാരകത്വം. നമ്മുടെ വിവാഹ കൂദാശയിൽ അവസാനത്തെ പ്രബോധനം പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, നിങ്ങൾ കാര്യവിചാരകരായിരിക്കണം. ഏത് കാര്യത്തിലാ? നിങ്ങൾക്ക് ദൈവം പണം, സമയം, കഴിവ്, ഇതിലെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ കാര്യവിചാരകരാണ് എന്ന് തിരിച്ചറിയണം. ഞാൻ ഒരു വാക്കുകൂടെ അവിടെ എഴുതി ചേർക്കുക, വികാരങ്ങളുടെ കാര്യവിചാരകത്വം. എന്താണ് വികാരങ്ങളുടെ കാര്യവിചാരകത്വം എന്ന് പറഞ്ഞാൽ? ഇന്ന് വീട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, കുടുംബ ബന്ധങ്ങളിൽ പ്രവേശിച്ചവർക്ക് വികാരങ്ങളുടെ കാര്യവിചാരകത്വം സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു വാക്ക് ഞാൻ അവിടെ അടിവരയിടുകയാണ്. ഇന്ന് ബന്ധങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ടോക്സിക് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ വിഷലിപ്തമാകുകയാണ്. വിഷലിപ്തമായ ബന്ധങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഒരു ഉടമ്പടി ബന്ധത്തിലാണ് ഒരു വിവാഹം ആരംഭിക്കുന്നത്, പക്ഷേ വളരെ വേഗം അത് വിഷലിപ്തമായ ബന്ധങ്ങളിലേക്ക് പോവുകയാണ്. എന്താ ഈ വിഷലിപ്തമായ ബന്ധം? ഞാൻ 1-2 വാക്കുകൂടെ അവിടെ നോട്ട് ചെയ്യുന്നവരോട് പറയാം. ഒന്ന്, ഒരു ഡിഗ്നിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ബന്ധത്തിൽ കുറയുകയാണ്.
ബന്ധങ്ങളിൽ അന്തസ്സില്ലാത്ത പ്രവൃത്തികൾ ആരംഭിക്കുന്നു. ടോക്സിൻ ഓഫ് അൺഫെയ്ത്ത്ഫുൾനെസ്, അവിശ്വസ്തതയുടെ വിഷം ഒരു വീടിന്റെ ഉള്ളിൽ കലരുകയാണ്. വെർച്വൽ അഡിക്ഷൻസ്, ഒരു അഡിക്റ്റഡ് ബിഹേവിയർ. ഞാൻ അടുത്ത സമയത്ത് വായിച്ചൊരു പുസ്തകത്തിൽ ആ മനുഷ്യൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക്, ഇന്ന് വീടുകൾ നേരിടുന്ന ഒരു വെല്ലുവിളിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു ഈഡൻ സിൻഡ്രം വീട്ടിലുണ്ടെന്നാണ്. എന്താണ് ഈഡൻ സിൻഡ്രം? അതിന് അദ്ദേഹം പറയുന്ന 3 വാക്കുകളാണ്. ഏദനിൽ ഹവ്വായ്ക്കുണ്ടായ സിൻഡ്രം എന്താ? കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായിട്ടുള്ളത്. ഇത് ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന വലിയ വലിയ വെല്ലുവിളിയാണ്. ഉദാഹരണങ്ങൾ പറയാനായിട്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് അതിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ ഞാൻ ഒരു വാക്ക് പറയാം. ഇന്ന് ഈ വിഷ്വൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് യുവ തലമുറ, പ്രത്യേകിച്ചും യൗവനക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ വല്ലാതെ വിഷം കലരുകയാണ്. ഇനി പറയുന്ന കാര്യം പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് സമയമില്ലെങ്കിൽ ഞാനത് പറയുകയാണ്. ഈ അടുത്ത സമയത്ത് എൻ്റെ അരികിൽ വന്ന ഒരു കുടുംബം 6 മാസമായേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. ടെക്നോയിലാണ് അവർ ജോലി ചെയ്യുന്ന 2 പേരും. പെൺകുട്ടിയാണ് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. അച്ഛനെ കാണണം. കയറിയിരുന്നു. പറയുകയാണ്, അജോ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞു, സന്തോഷമായിട്ട് മുമ്പോട്ട് പോയി. എന്നാൽ എൻ്റെ പാർട്ട്ണർക്ക് ഒരു ശീലമുണ്ട്. എന്താണ് ശീലം? കല്യാണം കഴിഞ്ഞൊരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് അദ്ദേഹം ഒരു ഗാഡ്ജറ്റ് ഓപ്പൺ ചെയ്ത് നോക്കും. യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യും. എന്നോട് പറഞ്ഞു, ഇത് കാണാം. കൂടുതലും സെക്ഷുവൽ കണ്ടന്റ്സ് ഉള്ള വീഡിയോസാണ്. എന്നെ കാണിക്കും പുള്ളി. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതിനകത്ത്. എങ്കിലും കല്യാണത്തിന്റെ ആദ്യ നാളുകളായതുകൊണ്ട് ഞാൻ അതിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അതെനിക്ക് വലിയ സഫോക്കേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കാരണം അതിന്റെ വെരി ബാഡ് മെമ്മറീസ് എന്നെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പള്ളിയിലൊക്കെ പോകുമ്പം ആ മോശപ്പെട്ട ഓർമ്മകളാണ് ചിലപ്പോഴൊക്കെ എനിക്ക് വരുന്നത്. ഐ ആസ്ക്ഡ് ഹിം ടു സ്റ്റോപ്പ് ഇറ്റ്. പക്ഷെ അദ്ദേഹത്തിന് നിർത്താൻ താല്പര്യമില്ല. ഇപ്പൊ എന്ത് സംഭവിക്കും? കിടക്കമുറിയിൽ 10 മണിയാകുമ്പോൾ അദ്ദേഹം 1-2 വീഡിയോസുമായി എൻ്റെ അരികിൽ വരും. ആ പെൺകുട്ടി ഉറക്കെ പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട്, ഫാദർ, രാത്രിയിൽ 10 മണി വരെ കണ്ട സ്ത്രീകളുടെ ശരീരവും എല്ലാം കണ്ടിട്ട് എൻ്റെ കൂടെ ഉറങ്ങാൻ വന്നാൽ എനിക്കത് ഇഷ്ടമാകുന്നില്ല. ഐ റിജക്ട് ദിസ് പേഴ്സൺ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ശീലമാണ്. ഞാൻ ഈ കഥ പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞൊരു പ്രബോധനം പറയാൻ വേണ്ടിയാണ്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വിവാഹത്തിന് അടിച്ച കല്യാണക്കുറിയിൽ ഒരു വാചകമുണ്ട്, ഹോളി മാട്രിമണി. അത് അലങ്കാരത്തിന് അടിച്ചതല്ല. എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളുടെ കല്യാണത്തിലൂടെ നിങ്ങളുടെ കരം ചേർത്ത് പിടിച്ച ഒരുവൻ കൂടെ നിങ്ങളുടെ കൂടെ യാത്ര ആരംഭിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരു വിവാഹത്തിൽ മണവാളനും മണവാട്ടിയും അവരുടെ മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ഥിരമായി ആ മുറിയിൽ പാർക്കുന്ന ഒരാൾ കൂടെ ഉണ്ട്. അതവരെ കൂട്ടിച്ചേർത്തവനാണ്. ഒരു വീട്ടിൽ കിടക്കമുറിയിലാണ് ദൈവം താമസിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേർ
ക്രിയേഷൻ ഹാപ്പൻസ്. സൃഷ്ടി നടക്കുന്നത് അവിടെയാണ്. സൃഷ്ടി നടക്കണമെങ്കിൽ സൃഷ്ടിതാവ് വേണം. ദൈവം വീട്ടിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കിടക്കമുറിയിൽ ഉണ്ടായിരിക്കണം. ഇന്ന് ഒരുപാട് വീടുകളുടെ വിവാഹമോചനം സംഭവിക്കുന്നത് നാം അറിയാത്തൊരു സ്ഥലത്ത് നിന്നാണ്. കിടക്കമുറിയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ നിന്ന് ദൈവം ഇറങ്ങിപ്പോകുന്നു. ദൈവം ഇറങ്ങിപ്പോകുന്ന വീടുകൾ അധിക നാൾ നിലനിൽക്കുന്നില്ല. ഇന്ന് വീടുകൾ, അതിൻ്റെ മുറികൾ എല്ലാം അശുദ്ധിയുടെ അടയാളങ്ങളായി സൂചിപ്പിക്കുകയാണ്. 4 മുറിയിലിരിക്കുന്ന 4 പേരും മോർ ഓർ ലെസ് ഇത്തരത്തിലുള്ള ശീലങ്ങളിലേക്കാണ് വീട് പോകുന്നത്. നോക്കുക, വീട്ടിൽ അറിയാതെ വിഷം കലരുന്നു, ടോക്സിക്. ഇന്ന് എൻ്റെ അരികിലേക്ക് വരുന്ന കുടുംബങ്ങളിൽ, ഞാൻ കഴിഞ്ഞ 20 വർഷമായി എൻ്റെ ക്ലിനിക്കൽ റൂമിൽ ഇരിക്കുന്നയാളാണ്. ഈ 1, 2, 3 വർഷങ്ങൾ പരിശോധിച്ചാൽ വരുന്നവരെല്ലാം ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്: അൺഫെയ്ത്ത്ഫുൾ പാർട്ട്ണർഷിപ്പ് ഈസ് ഇൻക്രീസിങ്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വീടുകൾ വിഷലിപ്തമായി പോകുന്നു. കവനന്റിൽ ഒരു പാർട്ട്ണറുണ്ട്, കൺവീനിയൻസിൽ മറ്റൊരു പാർട്ട്ണറുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. സമർപ്പണത്തിൽ ഒരു പങ്കാളി, സൗകര്യത്തിന് മറ്റൊരു പങ്കാളി. പ്രമാണം മറ്റൊന്നായി മാറുന്നു വീടിന്റെ ഉള്ളിൽ. വീട് പുതിയ വെല്ലുവിളികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നിർമ്മലമല്ലാത്ത ബന്ധങ്ങൾ വീടിനെ വല്ലാതെ വല്ലാതെ തകർത്ത് കളയുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യം. സമയപരിമിതി ഉണ്ട് എങ്കിലും ഒരു കാര്യം കൂടെ ഇതിനോട് ചേർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് വീട് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ദ ഡിസ്റ്റൻസസ് വിത്തിൻ ദ ഹോം. വീടിന്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന അകലങ്ങൾ, ഭയാനകമായ അകലങ്ങളാണ് ഇന്ന് വീടിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നു? ഡിസ്റ്റൻസ് എൻഹാൻസിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അകലം കൂട്ടുന്ന ഉപകരണങ്ങൾ ധാരാളമുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. എന്നാൽ അകലം കൂട്ടുന്നത് ഉപകരണങ്ങൾ കൊണ്ട് മാത്രമല്ല, അകലം കൂട്ടുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ് കൊണ്ട്, മനോഭാവങ്ങൾ കൊണ്ടാണ്. എന്താ മനോഭാവം? എന്താണ് വീട്ടിൽ അകലം കൂടാൻ കാരണം? ഞാൻ ഇങ്ങനെ ഒരു വാചകം പറയും, നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. വീടിന്റെ ഉള്ളിലെ സ്പിരിറ്റ് ഫിൽഡ് ലാംഗ്വേജസ് കുറഞ്ഞു പോവുകയാണ്. വീടിന്റെ ഉള്ളിൽ ആത്മനിറവുള്ള ഭാഷയുടെ പരിമിതി ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മളൊരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 50 വർഷം ജീവിക്കുമ്പോൾ 3 കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അന്യോന്യം, നീഡ്സ്, വിഷസ്, എക്സ്പെക്ടേഷൻസ്. ഒരു ഭാര്യയും ഭർത്താവോടെ ചേർന്ന് 50 വർഷം സംസാരിക്കുന്ന ഈ 3 വാക്കാണ്. നീഡ്സിനെ കുറിച്ച് പറയും, വിഷസിനെ കുറിച്ച് പറയും, എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് പറയും. ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കറിയാം, രണ്ടുപേരോട് ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ 3 കാര്യം സാധിക്കുന്നതിന് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് 3 സാധിക്കും. അപ്പൊ എന്റെ കണക്കൂട്ടലിൽ വീട്ടിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് 3
സാറ്റിസ്ഫൈഡ് ആയിട്ട് നടക്കും, സാറ്റിസ്ഫാക്ടറിയാണ്. അപ്പൊ എന്റെ മറു ചോദ്യം, എന്നാലും വീടുകൾ വല്ലാതെ വീണുപോവുകയാണല്ലോ, വൈ ദിസ്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വീട് സംതൃപ്തമാണ്, പക്ഷേ വീട് തകർന്നു പോവുകയാണ്. അപ്പൊ എന്താണ് വീടിനെ സംതൃപ്തിയിലേക്ക് കൊണ്ടുപോകുന്നത്? വീടിനുണ്ടാക്കുന്ന ചലഞ്ചസ് എന്താ എന്ന് നാം അന്വേഷിക്കണം. അതിനൊരു കൊച്ചു ഉദാഹരണം പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടി. എൻ്റെ അരികിൽ ഏകദേശം 8 മാസം മുമ്പേ കോടതിയിൽ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം കടന്നു വന്നു. പല ഇടങ്ങളിൽ പോയതാണ്, കേസ് നടക്കുകയാണ്. ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് പറഞ്ഞ അച്ഛൻ്റെ 1 മണിക്കൂർ കൂടെ അവർക്ക് ചിലപ്പോ ഇത് തിരിച്ചു വരാനുള്ള വഴിയാകും, ആകട്ടെന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. മുറിയിൽ 4 വയസ്സുള്ള ഒരു കുട്ടിയും കൂടെയുണ്ട്. പെൺകുട്ടി വന്നത് 60 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഓടിച്ചാണ് വന്നത്. മണവാളനും അല്ലെങ്കിൽ ഹസ്ബൻഡും ഏകദേശം തത്തുല്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ സ്റ്റേറ്റസ് വളരെ ഉയർന്നതാണ്. നല്ല സുമുഖനായ ഒരു ആൺകുട്ടി. 1.5 മണിക്കൂർ ഞാൻ അവരോട് സംസാരിച്ചു. കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാവുന്ന വിധം ഞാനതിനെ മനസ്സിലാക്കി, ഞാനതിനെ ഡയഗ്നൈസ് ചെയ്തു. ഞാൻ അവരോട് 2 വാചകം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കേസൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഓ ശരി, എന്താണ് ഫാദർ ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി? അപ്പൊ ഞാൻ പറഞ്ഞൊരു കൊച്ചു വാക്കിൽ ഇത് നമുക്ക് ആരംഭിക്കാം, ഒരു സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാന്ന് പറഞ്ഞു. ഓ ശരി, ആര് സോറി പറയും? പെൺകുട്ടി പറഞ്ഞു, ഞാൻ പറയാം, ആഫ്റ്റർ എ ബ്രേക്ക് ഓഫ് 20 മിനിറ്റ്സ്. ആ സെഷൻ വീണ്ടും ആരംഭിക്കുകയാണ്. ആ പെൺകുട്ടിയോട് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തു പറയാൻ. അതിനിടയിൽ 20 മിനിറ്റ് സമയം ഇവര് തമ്മിൽ സംസാരിക്കാൻ ഒരനുവാദം ഞാൻ കൊടുത്തിരുന്നു. ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന പെൺകുട്ടി നല്ലതുപോലെ പറഞ്ഞിങ്ങനെയാണ്, ഫാദർ, ഐ ആം റിയലി സോറി ടു സേ സോറി. ഇംഗ്ലീഷ് അറിയാവുന്ന നിങ്ങളോട് ഞാൻ അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അടുത്ത 12 മിനിറ്റിൽ ആ സെഷൻ ഞാൻ അവസാനിപ്പിച്ചു. എന്റെ കൗൺസിലിംഗ് റൂമിന്റെ ജനൽ പാളിയുടെ അരികിൽ മൂവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ ആ സെഷൻ ക്ലോസ് ചെയ്തു. അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ആ വലിയ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. എന്നാൽ ഇങ്ങേ വശത്ത് ജനലിലൂടെ കൈയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്. അത് അവളുടെ മകനാണ്. അവൻ കൈ നീട്ടിയിട്ടിരിക്കുകയാണ്. എന്തിനാണ്? ഈ അമ്മ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഒരു ബൈ പറയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് തന്നെ സംഭവിക്കുമെന്ന് അവൻ കരുതുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചില്ല. വളരെ വേഗം ആ വണ്ടി മുമ്പോട്ട് പോയി. ആ കുട്ടി തിരിഞ്ഞ് വളരെ ഉച്ചത്തിൽ മമ്മ എന്ന ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഡോണ്ട് വറി, കരയേണ്ട ആവശ്യമില്ല, മമ്മി വിൽ കം ബാക്ക്, അമ്മ മടങ്ങി വരും. അതൊരു പച്ചക്കള്ളമാണ്. വരില്ല എന്നുള്ളതാണ് സത്യം. ആ വീട് ഇന്ന് 2 ഇടങ്ങളിലേക്ക് കോടതി വിഭജിക്കപ്പെട്ടു. ഒരു വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ്, ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ
അടുത്ത 50 വർഷം ആ വീട് നിലനിൽക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇന്ന് വീടിന്റെ തകർച്ച എന്താണ്? The home is losing its spirit-filled languages. ജർമ്മൻ പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, പോർച്ചുഗീസ് പഠിക്കണം. നല്ലതാണ് ലാംഗ്വേജസ്. പക്ഷേ ഈ ലാംഗ്വേജോടെ നമ്മുടെ ഭവനത്തിൽ ആവശ്യമുണ്ട്. ആത്മനിറവുള്ള ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒരു വീടിനെ നമുക്ക് ബിൽഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഇടയ്ക്കിടയ്ക്ക് അവരെ ഈ വാക്കൂടെ പഠിപ്പിക്കണം. സോറി, പ്ലീസ്, ഐ ഫെയിൽഡ്, ഐ കുഡ് നോട്ട്. ഞരക്കങ്ങളും കണ്ണുനീരും കൂപ്പിയ കരങ്ങളുമൊക്കെ ഒരു വീടിന്റെ ഭാഷയാണെന്ന് വീട്ടിൽ പഠിപ്പിക്കണം. അപ്പോൾ വീടിനെ തകർച്ചയിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അജോ ഞാൻ 100 തവണ സോറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു തവണ പോലും ഇങ്ങോട്ട്. കാരണം ഞാനത് ശീലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. സമയം എത്തി എന്ന് എനിക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീടിനെ ഡെസ്റ്റിനിയിൽ അവസാനിപ്പിക്കുകയല്ല, വീടിനെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ന് വീട് ഡെസ്റ്റിനിയിൽ അവസാനിപ്പിക്കുക. ഡെസ്റ്റിനി എന്ന വാക്കിന്റെ അർത്ഥം വിധി എന്നാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കോടതി വിധി എന്ന് വേണമെങ്കിലും പറയാം. വിളി കേട്ട വീടുകൾ വിധിയിൽ അവസാനിപ്പിക്കുകയാണ്. അല്ല, വീട് അവസാനിക്കേണ്ടത് ഡെസ്റ്റിനേഷനിലാണ്, ഒരു ലക്ഷ്യത്തിലാണ്. ആ വീട് വീണു പോകാതെ ഒരു വിറ്റ്നസിന് വേണ്ടിയാണ് വീടിനെ നിർത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പാർക്കുന്ന വീടിന്റെ ഉള്ളിലായിരിക്കുമല്ലോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. റിമെമ്പർ, ഓർക്കുക, നിങ്ങളുടെ വീട് ദൈവം നിങ്ങൾക്ക് നൽകിയത് വിധി കേൾക്കാനുള്ള സ്ഥലമല്ല, എ ഹോം ഓഫ് വിറ്റ്നസ്. ആ ദേശത്തോടൊരു സാക്ഷ്യം പറയാൻ ഉള്ള ഇടമാണ് ആ വീട്. നമുക്ക് ഈ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എൻ്റെ വീട് ഡെസ്റ്റിനിയിൽ അവസാനിപ്പിക്കാനുള്ളതല്ല, എൻ്റെ വീടിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, വേർ വി മീറ്റ് ടുഗദർ അഗെയിൻ വിത്ത് ദ ലോർഡ്. ദൈവത്തോട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടി നല്ലവനും വിശ്വസ്തരുമായ ദാസരെ എന്നുള്ള വിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ട് വീട്. ദാറ്റ് ഈസ് ദ വിറ്റ്നസിംഗ് പോയിന്റ്. ഇതിലേക്ക് എത്തിച്ചേരാനാണ് നമ്മുടെ വീടുകളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വീട് 3 അടിത്തറകളിലാണ്: കവനന്റ്, കമാൻഡ്മെന്റ്, കമ്മിറ്റ്മെന്റ്. ഈ രാത്രി നാം വിശ്രമത്തിനായി പോകുമ്പോൾ നമുക്കുള്ളിൽ പറയാൻ കഴിയട്ടെ, ലോർഡ്, വി ലീവ് ബൈ ഗ്രേസ്, വി ലീവ് ബൈ പ്രോമിസ്, വി ലീവ് ബൈ ബ്ലെസ്സിങ്സ്. കർത്താവെ, ഞങ്ങൾ നിന്റെ കൃപ കൊണ്ട് ജീവിക്കുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് ജീവിക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഇത് എൻ്റെ വീടിന്റെ പ്രമാണമായിരിക്കാൻ ഇടയാകുക. നമ്മൾ ധ്യാനിച്ച വിഷയം ഇതായിരുന്നു. സമയപരിമിതി കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ഒരു വാക്ക് നിങ്ങളോട് ഞാൻ അടിവരയിടട്ടെ. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചില കൽപ്പന ലംഘനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരാനും തിരിച്ചറിയാനും തിരുത്താനും ഒരു നല്ല സന്ധ്യയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ടീച്ച് മീ ലോർഡ്
the real commandments. യഥാർത്ഥ കൽപ്പനകളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണമേ. കൽപ്പന ലംഘനങ്ങൾ അരങ്ങേറുന്ന ഈ ലോകത്തിൽ പ്രാക്ടീസിങ് the interpersonal commandments from the Lord. ദൈവിക കൽപ്പനകളെ അനുഷ്ഠിക്കുന്ന ഭവനങ്ങളായി തീരാൻ ദൈവം നമ്മളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുകയാണ്. ആ വിളിയിൽ തോറ്റുപോകാതെ മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിനും നിങ്ങൾ എവിടെയായിരുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല, എങ്കിലും ഈ കൊച്ചു വാക്കുകൾ നമ്മുടെ വീടുകളെ ഉള്ളിലിരുന്നു കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിന് പ്രത്യേകം നന്ദി. പ്രിയപ്പെട്ട അച്ഛനോടും ഇടവ മിഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട ജിനുവിനോടും ഉള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആമേൻ. അച്ഛനോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയമുണ്ട്.